liftoff. New Shepard has cleared the tower. വെസ്റ്റ് ടെക്സാസിൽ നിന്നാണ് ബ്ലൂ ഓറിജിന്റെ ന്യൂ ഷെപ്പേർഡ് 31 റോക്കറ്റ് കുതിച്ചത്. 10 മിനിറ്റ് 21 സെക്കൻഡ് ദൗത്യം പൂർത്തിയാക്കിയാണ് ക്രൂ ക്യാപ്സ്യൂൾ വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയത്. ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഭൂമിക്കും ബഹിരാകാശത്തിനുമിടയിലുള്ള അതിർത്തിയായ കർമാൻ ലൈനിന് മുകളിലൂടെയാണ് പേടകം സഞ്ചരിച്ചത്. ആമസോൺ സ്ഥാപകൻ ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള എയ്റോസ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിൻ അയച്ച ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിൽ 6 വനിതകളാണ് സഞ്ചരിച്ചത്. പ്രശസ്ത പോപ്പ് ഗായിക കാത്തി പെറി, അമേരിക്കൻ പത്രപ്രവർത്തക ഗെയിൽ കിങ്, നാസ മുൻ ശാസ്ത്രജ്ഞ ആയിഷ ബോ, പൗരാവകാശ പ്രവർത്തക അമാൻഡ ന്യൂയൻ, ചലച്ചിത്ര നിർമ്മാതാവ് കരിൻ ഫ്ലിൻ, ബൊസോസിന്റെ കാമുകിയും മാധ്യമപ്രവർത്തകയുമായ ലോറൻ സാഞ്ചസ് എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ. ഇതാദ്യമായാണ് ഒന്നിലേറെ പേരുള്ള ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ക്രൂ അംഗങ്ങളെല്ലാം വനിതകളാകുന്നത്. യാത്രക്കാർക്ക് 4 മിനിറ്റ് വരെ ഭാരരഹിതാവസ്ഥ അനുഭവപ്പെട്ടു. തന്റെ യാത്ര മകൾക്കും ഒപ്പം മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെയെന്ന് കാറ്റി പെറി പ്രതികരിച്ചു. വാലന്റീന തെരഷ്കോവയുടെ 1963 ബഹിരാകാശ ദൗത്യത്തിന് ശേഷം സ്ത്രീകൾ മാത്രം പങ്കാളികളാകുന്ന ബഹിരാകാശ ദൗത്യം ഇതാദ്യമായാണ്. എയ്റോസ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS റോക്കറ്റ് നടത്തിയ 11ാം മനുഷ്യ ബഹിരാകാശ ദൗത്യം കൂടിയാണ് NS-31. ന്യൂസ് ഡെസ്ക്, അമൃത TV.